ടെസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇന്നലെ PSCയുടെ ഗസറ്റഡിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ അത് നമ്മളുടെ PSCയുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. 162ഓളം വേക്കൻസികളിലേക്കാണ് PSC നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 032/2024 എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. പോസ്റ്റ് വരുന്നത് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2യിലേക്കാണ്. സ്കെയിൽ പേ വരുന്നത് 35,600 ടു 75,400 വരെയാണ് നമ്മുടെ ഇതിനകത്ത് സ്കെയിൽ പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 162 ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ വേക്കൻസി അട്രാക്ട് ചെയ്യുന്നത്. നമ്മളുടെ നമ്പർ ഓഫ് വേക്കൻസി ആണ് 162 വേക്കൻസിയിലേക്ക്. മോർ ദാൻ 200 വേക്കൻസി നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അത്രയും വേക്കൻസി വരുന്ന ഈ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ കേരള PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 80 to 36 ആണ്. അതുപോലെ നമ്മുടെ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അല്ലാത്ത നോർമൽ കാറ്റഗറിക്കൊക്കെ വരുന്നത് 80 to 36 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. MSc അഗ്രികൾച്ചർക്കും PhDക്കാർക്കും എല്ലാം തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് 2/5/2024 ആണ്. അതിനു മുന്നേ തന്നെ എല്ലാവരും തന്നെ PSCയുടെ സൈറ്റിൽ ഇത് അവൈലബിൾ ആകുമ്പോൾ തന്നെ എല്ലാവരും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യും. ഫാമസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. അതിനെ തന്നെ നമുക്ക് എവിടേക്കാണ് ഇതിന്റെ പ്ലേസ്മെന്റ് ലഭിക്കുക എന്നാണ്. നമുക്ക് അഗ്രികൾച്ചർ ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ടല്ലേ. ആ റിസർച്ച് സ്റ്റേഷനിൽ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ നമുക്ക് പോസ്റ്റ് ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെന്റേഴ്സിൽ ഈ പോസ്റ്റ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ വരുന്ന ഈ ജോബിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുക, അതുപോലെ തന്നെ കോർഡിനേഷൻ, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് പർച്ചേസിംഗ് ഒക്കെയാണ് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ മെയിൻ ആയിട്ട് വരുന്ന ജോബ് നേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, കേരള PSCയുടെ ആദ്യത്തെ എക്സാം ആണ് അല്ലെ, ഫാം ഓഫീസർ തസ്തികയിലേക്കുള്ള ആദ്യത്തെ എക്സാം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 5-6 ഇയർ ആയിട്ട് ഇപ്പം എക്സാം നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഗ്രികൾച്ചറുകാരെ കുറെ കൊതിപ്പിച്ച ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് ഇല്ലായ്മയാണ് അല്ലേ. കാരണം നമ്മുടെ ആദ്യത്തെ PSC അതായത് ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ആദ്യത്തെ എക്സാം ആണ് വരാൻ പോകുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് അറിയില്ല. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒരു 3 അല്ലേ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം 2022-ലും 23-ലും 24-ലും അല്ലെ ജനുവരി വരെ നമ്മൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒരു അഗ്രികൾച്ചറിന്റെ ഒരു പാറ്റേൺ, അതായത് അഗ്രികൾച്ചർ ഓഫീസർ വിളിച്ചു, ബാങ്കിന്റെ വിളിച്ചു, സോയിൽ സർവേ ഓഫീസർ വിളിച്ചു. മെയിനായിട്ട് നമ്മുടെ അഗ്രികൾച്ചറിന്റെ എല്ലാ മേഖലകളിലും ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ എക്സാമും കൂടി കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥിനികൾക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു കുറച്ച് വർഷങ്ങളിൽ ഒരു എക്സാമും തന്നെ കാണില്ല. കാരണം നമ്മുടെ എല്ലാ മേഖലകളും ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലിസ്റ്റിൽ കയറാത്തവർക്കും അതുപോലെ പെട്ടെന്ന് ഒരു 2-3 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ എനിക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും നമ്മുടെ മുന്നിലുള്ള 2 സുവർണ അവസരങ്ങളാണ് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതുപോലെ തന്നെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ്. ഈ അവസരം, അതായത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ഈ അവസരം ആരും നശിപ്പിക്കരുത്. മാക്സിമം എഫേർട്ട് എടുത്ത് അവനവൻ്റെതായ കഴിവില് യൂട്ടിലൈസ് ചെയ്ത് നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഒരു സങ്കടം ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സിലബസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ പാസ്റ്റ് ഒരു 3 എക്സാമിന്റെ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും BSc ഗ്രാജുവേഷൻ അല്ലെ, നമ്മുടെ BSc അഗ്രികൾച്ചർ വരുന്ന എക്സാമുകളാണ് വന്നത്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കുറച്ച് തലവേദന എടുത്തല്ലേ, നമുക്ക് കുറച്ച് വിഷമം തോന്നുന്ന എക്സാം ആയിരുന്നു അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാം. നമുക്ക് ഇനി വരുന്ന ഈ ഫാം അസിസ്റ്റന്റിന്റെ എക്സാമും നമുക്ക് അഗ്രികൾച്ചർ ഓഫീസർ സെയിം ഒരു സിലബസിൽ തന്നെ പഠിച്ചു പോകാം. കാരണം അഗ്രികൾച്ചർ ഓഫീസേഴ്സ് എഴുതിയ, അതായത് BScക്കാരും MScക്കാരും PhDക്കാരും തന്നെ നമ്മുടെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അസിസ്റ്റന്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലോ ലെവലാണെങ്കിൽ
ഫാം അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു ഹൈ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. കൂടുതൽ നമ്മുടെ ഈ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ കൂടുതൽ സിലബസിനെ പറ്റിയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നടന്നിട്ടുണ്ട്. എല്ലാവരും കയറി ആ വീഡിയോ ഒന്ന് കാണേണ്ടതാണ്. അപ്പൊ നമ്മുടെ സിലബസിന്റെ ഫുൾ ഡീറ്റെയിൽസ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നെല്ലാം ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ നടക്കുന്നതാണ്. ഈ പാസ്റ്റ് 3 എക്സാമിൻസിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ വെബിനാറിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് മികച്ച ഒരു ഗൈഡൻസ് സപ്പോർട്ട് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക്